എല്ലാ സഹൃദയർക്കും ഗാനവീഥിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഗാനവീഥിയിലൂടെയുള്ള ഇന്നത്തെ യാത്ര 1967 പുറത്തിറങ്ങിയ ചിത്രമേള എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി രചിച്ച് യേശുദാസും എസ് ജാനകിയും ചേർന്ന് ആലപിച്ച മദം പൊട്ടിച്ചിരിക്കുന്ന മാനം എന്ന ഗാനത്തിലൂടെയാണ്. ഹൃദയസ്പർശിയും കാലാതീതമായ പ്രസക്തിയുള്ളതുമായ ഈ ഗാനം അനേകം അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന അപൂർവ സൃഷ്ടിയാണ്. മദം പൊട്ടിച്ചിരിക്കുന്ന മാനം, മനം പൊട്ടിക്കരയുന്ന ഭൂമി. മതം എന്നത് ആധിപത്യം, വിജയം, അധികാരം, അഹങ്കാരം എന്നിവയുടെ പ്രതീകമാണ്. ഉയരങ്ങളിൽ വിരാജിക്കുന്ന മാനത്തെ പോലെ അധികാരത്തിന്റെ ഉന്മാദത്തെയും അത് സൂചിപ്പിക്കുന്നു. അതേസമയം മനം പൊട്ടിക്കരയുന്ന ഭൂമി വേദനയും വേവലാതിയും അനുഭവിക്കുന്ന പ്രകൃതിയുടെ പ്രതിനിധാനമാണ്. മനുഷ്യന്റെ തീരാത്ത സ്വാർത്ഥതയും പ്രകൃതി ചൂഷണവും മൂലം മുറിവേറ്റ ഭൂമിയുടെ ആത്മാവാണ് ഇവിടെ കരയുന്നത്. സമകാലീന സമൂഹത്തിലെ അനീതിയും അധിനിവേശവും മനുഷ്യൻ സൃഷ്ടിച്ച പരിസ്ഥിതി ദുരന്തവും ഈ വരികളിലൂടെ കവി അത്യന്തം ശക്തമായി ആവിഷ്കരിക്കുന്നു. ഇടയിൽ പെട്ടിര തേടി പിടയുന്നു പ്രാണൻ, എവിടെയോ മറയുന്നു ദൈവം. ഒരു വശത്ത് അധികാരത്തിന്റെ മതവും മറുവശത്ത് വേദനയിൽ മുങ്ങിയ ഭൂമിയും, ഇവയ്ക്കിടയിൽ അതിജീവനത്തിനായി പിടയുന്ന മനുഷ്യനെയാണ് കവി അവതരിപ്പിക്കുന്നത്. പിടയുന്നു എന്ന ഒറ്റ പദം തന്നെ മനുഷ്യന്റെ നിസ്സഹായതയും ആകുലതയും വെളിവാക്കുന്നു. രക്ഷയ്ക്കായുള്ള ശ്രമങ്ങൾ തുടരുമ്പോഴും അവൻ നിരാശയിലേക്കാണ് വഴുതി വീഴുന്നത്. എവിടെയോ മറയുന്നു ദൈവം എന്ന വരിയിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട മനുഷ്യന്റെ ആത്മനൊമ്പരമല്ലേ മുഴങ്ങുന്നത്. ജീവിതത്തിന്റെ ഇരുളിൽ ദൈവം പോലും അകലെയായി പോയെന്ന അനുഭവം ഇവിടെ കാവ്യമായി മാറുന്നു. കരയുവാൻ കൺകളിൽ കണ്ണുനീരില്ലാത്ത കളിമരപ്പാവകൾ ഞങ്ങൾ. കരഞ്ഞു കരഞ്ഞ് കണ്ണുനീർ പോലും വറ്റിപ്പോയ മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയല്ലേ ഈ രൂപകം. സ്വന്തം വേദന പോലും പ്രകടിപ്പിക്കുവാൻ കഴിയാതെ മരവിച്ചുപോയ ജീവിതങ്ങളുടെ ദൃശ്യമാണ് കളിമരപ്പാവകൾ എന്ന പ്രതീകം. കാലമാം മാന്ത്രികൻ ഹോമത്തിനെഴുതിയ കരിമഷിക്കോലങ്ങൾ ഞങ്ങൾ. ഈ വരികളിൽ മനുഷ്യജീവിതത്തിന്റെ വിധി നിശ്ചയമാണ് കവി ചിത്രീകരിച്ചിരിക്കുന്നത്. കാലമെന്ന മാന്ത്രികൻ വരച്ച കരിമഷിക്കോലങ്ങളായി മനുഷ്യജീവിതം ചുരുങ്ങിപ്പോയിരിക്കുന്നല്ലോ. സ്വന്തം ജീവിതത്തിന്റെ നിയന്ത്രണം പോലും നഷ്ടപ്പെട്ട ഒരു അസ്തിത്വത്തിന്റെ ദുഃഖമാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ചുരുക്കത്തിൽ മനുഷ്യജീവിതത്തിന്റെ വ്യാകുലതയും ഭൂമിയുടെ തകർച്ചയും ദൈവത്തിന്റെ അദൃശ്യാവസ്ഥയും അതിമനോഹരമായ കാവ്യഭാവനയിലൂടെ അനാവരണം ചെയ്യുന്ന അപൂർവ കാവ്യ സൃഷ്ടിയാണ് ഈ ഗാനം. അടുത്ത യാത്രയിൽ വീണ്ടും ഒരുമിക്കാം. എല്ലാ സഹയാത്രികർക്കും എന്റെ വിനീതമായ പ്രണാമം.